അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കുമോ? അവൻ ഓരോ നിമിഷങ്ങളിലും സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയാണ്. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയെക്കുറിച്ച്. അതവൻ്റെ മനസ്സിലേക്ക് വല്ലാതങ്ങ് ആഴ്ന്നു പോയിട്ടുണ്ട്. ഒന്ന് കെട്ടിയാലെന്താ? മനസ്സിലേക്കങ്ങ് കയറി കഴിഞ്ഞാൽ അത് പിന്നെ മറക്കാൻ വല്ലാത്ത പാടാണ്. സത്യത്തിൽ മറ്റൊരുത്തൻ്റെ ഭാര്യയാണെന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതങ്ങ് പിടച്ചു. അത് മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും ഇല്ല, അതിന് കഴിയുന്നില്ല. പക്ഷേ പിന്നീട് സാറ് പറഞ്ഞത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പടച്ചവനെ സ്തുതിച്ചു പോയി. ഞാൻ ആഗ്രഹിച്ചതും പടച്ചവൻ വിധിച്ചതും ഒന്ന് എന്നതുപോലെ തൻ്റെ ജീവിത സഖിയായി ഇനി ആ ഹിജാബിയെ മാത്രമേ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയുള്ളൂ എന്ന് ഷമ്മാസ് മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ ഉമ്മയുടെ സമ്മതമില്ലാതെ അതെങ്ങനെ നടക്കും? ഹേയ്, ഉമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. പക്ഷേ ഹിജാബിയെ മറക്കാനും കഴിയുന്നില്ല. എന്തു ചെയ്യും? ഷമ്മാസ് വളരെയധികം ചിന്തയിലാണ്. എന്നാൽ ഷമ്മാസിൻ്റെ വീട്ടിൽ മറ്റു പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് സാജിദയും വീട്ടിലേക്ക് വന്നു. ഉമ്മ, നിങ്ങൾ എന്താണ് പറയണത്? ഓൻ അങ്ങനെ പറയണുണ്ട് വിചാരിച്ചിട്ട് അതിങ്ങനെ കൂട്ടിക്കാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ആൾക്കാർ പറയില്ലേ? അല്ലെങ്കിൽ തന്നെ നമ്മളെ പെരക്കാരെ കുറിച്ച് എല്ലാവർക്കും ഒരു പറച്ചിലായിരിക്കും. കാരണം ഇപ്പോൾ ദാ ഫൈസൽ അങ്ങനെ കാട്ടിക്കൂട്ടിയതും ഒക്കെ ആയപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെയും കൂടി ആവുമ്പോൾ പറയേണ്ടി വരൂല. ഞാൻ എന്ത് ചെയ്യാനാ? ഓൻ്റെ മനസ്സിൽ അങ്ങനെ ആയെങ്കിൽ എന്തിപ്പോൾ ചെയ്യാം? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോഴേക്കും നവാസിൻ്റെ ഭാര്യയും നവാസുമെല്ലാം ഇറങ്ങി വന്നു. എന്തോ ഉമ്മ പ്രശ്നം? ആ വിഷയം അവിടെ പറയണ്ട എന്നുള്ള മട്ടിൽ അതാ ഷമ്മാസിൻ്റെ ഉമ്മ സാജിയോട് ചുണ്ടിൽ വിരൽ വെച്ച് കാണിക്കുന്നു. വേണ്ട, അവരോടൊന്നും പറയണ്ട എന്നുള്ളത്. പക്ഷേ അപ്പോഴേക്കും സാജിദ അത് പറഞ്ഞു. ഇക്കാക്ക, അത് മറ്റൊന്നുമല്ല. അതെ, ഷാമോനെ ഒരു പെണ്ണിനെ കണ്ടച്ചിക്കണല്ലോ. അതിനെന്താടി? പെണ്ണിനെ കണ്ടച്ച സംഗതി എളുപ്പമായില്ലേ? അതെ, കണ്ടുവച്ചത് അങ്ങനെ ഇങ്ങനെയുള്ള കുട്ടിയൊന്നല്ല. പിന്നെ അതെ, ഒരു കല്യാണം കഴിഞ്ഞ കുട്ടിയാണല്ലോ. എന്താന്നില്ലേ, അവനക്ക് തീരെ നാണല്ലല്ലോ. കല്യാണം കഴിഞ്ഞതോ? അപ്പോഴേക്കും നവാസിൻ്റെ വൈഫും, എന്താ ഓനക്ക് ഭ്രാന്തുണ്ടോ? കല്യാണം കഴിഞ്ഞ കുട്ടീനെ അങ്ങനെ കെട്ടിക്കൊണ്ടുവരാനേ? ഓന് വേറെ ആരും കിട്ടിയില്ലേ? ഇവിടെ ഉള്ള ആമക്കളെക്കാളും മുഴുവൻ ഏറ്റവും കൂടുതൽ ഗ്ലാമറും എല്ലാം കൊണ്ടും ഓനാണ് ഉഷാറ്. മറ്റേക്കാളൊക്കെ കാണാനും നല്ല ലുക്കുണ്ട്. എന്നിട്ടിപ്പോൾ ഓനിപ്പോൾ ഒന്ന് കെട്ടിക്കൊണ്ടിരുന്നത്? താത്താങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും ഓനോട്, സാജിദ പറഞ്ഞു. ഉമ്മാക്ക് ആകെ സങ്കടമായി. എല്ലാവരും കൂടെ ഷമ്മാസിൻ്റെ നേർക്ക്. അപ്പോഴേക്കും അതാ ഫൈസലും വരുന്നു, പിന്നാലെ ഷാനിയും. അപ്പോഴേക്കും ഉമ്മ ഒന്നും പറയണ്ട എന്ന മട്ടിൽ ഒന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞ് മെല്ലെ അവിടുന്ന് ആ ഒരു സഭ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം രംഗം കൂടുതൽ വഷളാകും. എൻ്റെ ഷാമോൻ ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു ചർച്ച നടക്കുന്നത് അതൊരു വിഷയമായാൽ അതവൻക്ക് വല്ലാത്തൊരു സങ്കടവുമാകും. ഷാനിയോടും ഫൈസലിനോടും ആ ഒരു വിഷയം പറയാൻ ഉമ്മാക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മ അത് വിലക്കിയിരുന്നു. അവരെല്ലാവരും സിറ്റ് ഔട്ടിലേക്ക് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ തിരികൊളുത്തുക അത് ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയുമായിരിക്കുമല്ലോ. അവരെപ്പോഴും ഒരു സെറ്റായിരിക്കുകയും ചെയ്യും. എപ്പോഴും എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും. എന്നാലും വീട്ടിലത്തെ ഉമ്മയെ ഒറ്റപ്പെടുത്തും. അങ്ങനെയായിരിക്കും പല കുടുംബങ്ങളിലും. എന്നാൽ അന്നിവിടെയും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുകയാണ്. മുകളിലത്തെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു ഷാനി. അപ്പോഴതാ നവാസിൻ്റെ വൈഫ് അങ്ങോട്ട് ചെല്ലുന്നു. ഷാനി, എന്താ കാറ്റുകൊണ്ടിരിക്കുകയാണോ? ആ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ നല്ല ഭംഗിയാണ് അങ്ങോട്ട് നോക്കാൻ. അതെ, പിന്നെ നീ അറിഞ്ഞോ? എന്താണ്? അതെ, പിന്നെ നമ്മളെ ചെറിയ മോനുണ്ടല്ലോ, ഷാമോന്, ഓനെ ഒരു പെണ്ണിനെ കണ്ടച്ചിക്കണല്ലോ. കണ്ടച്ച പെണ്ണ് രണ്ടാം കെട്ടുകാരിയാണ്. ഒന്ന് കെട്ടിച്ച് തീർത്ത് ഒഴിവാക്കി. ഇപ്പതാ അങ്ങനത്തേനാണ് ഓന് കണ്ടതെന്ന് പറഞ്ഞു. ആണോ?
ഷാനിക്കതിൽ വല്ലാതെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം അവളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നിട്ട് അതാണ് അത് ഉമ്മാക്ക് ഇഷ്ടപ്പെടണില്ല. ഉമ്മ പറഞ്ഞല്ല ഫ്രഷ് പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. എന്നാലും ആ ചെക്കൻ്റെ ഒരു കാര്യം കണ്ടിരല്ലേ. ഫൈസലിനോട് പറഞ്ഞോണ്ട് ഈ കാര്യങ്ങൾ സമ്മതിക്കരുത്. എപ്പോഴും ഓനക്ക് വലിയൊരു വില കൊടുക്കലുണ്ട് ഉമ്മ. അതുമല്ല ഉമ്മാനെ താങ്ങിക്കൊണ്ട് നടക്കലല്ലേ ഓൻ്റെ പണി. എപ്പോഴും ഉമ്മാനെ പുറത്ത് കൊണ്ടുപോലും ഉമ്മാക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കലും ഹിജാബ് ഇട്ട് കൊടുക്കലും ഉമ്മാനെ കണ്ട് കൊഞ്ചിച്ച് വഷളാക്കുവനെ. പിന്നെ ഉമ്മാൻ്റെ കൂടെ പണിയെടുത്ത് കൊടുക്കലും. സത്യം പറഞ്ഞാൽ ഞമ്മക്കൊരു ചമ്മലാണതേ. അല്ലെങ്കിൽ ഇപ്പോൾ ആ ജമീലത്താത്ത് വരുമ്പോൾ അവിടെ പണിയെടുക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉമ്മാൻ്റെ ഒപ്പം. ഞമ്മക്കും കൂടി ഒരു പേര് ദോഷമാണതേ. ആ തള്ള അവിടെയൊക്കെ പോയി പറയില്ലേ അവിടെ ഉണ്ട് 2 മരുക്കൾ പണിയെടുക്കാനൊന്നും വരൂലെന്നൊക്കെ. എനിക്കതിനൊന്നും പിന്നെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഇറങ്ങിയിട്ടുമില്ല, ഷാനി പറഞ്ഞു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടും എത്തും. അഥവാ ഫുഡ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഞാൻ പുറത്തുനിന്ന് കഴിക്കുകയും ചെയ്യും. അല്ല നിനക്കെന്തപ്പോൾ പഴയ പോലെ അല്ലല്ലോ, എന്തൊക്കെയൊരു മൂഡ് ഓഫ് തുടങ്ങിയിട്ടുണ്ടല്ലോ ഷാനി. എന്ത് ചെയ്യാം, ഫൈസലിനിപ്പോൾ മറ്റൊരുത്തിയുമായല്ലേ ബന്ധം. എന്നോട് അത്രയൊന്നുമില്ല. അത് കേട്ട് നവാസിൻ്റെ ഭാര്യ ഞെട്ടിപ്പോയി. ഇവന് വീണ്ടും തുടങ്ങിയോ? പിന്നെ ഫൈസലിനോട് മറ്റേ കാര്യം പറഞ്ഞോണ്ടേ 6 സമ്മതം കൊടുക്കരുത് കേട്ടോ ആ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ. എന്താന്നില്ലേ, ഓനെ കുറച്ച് പഠിപ്പിക്കണം. ഓനെ കുറച്ച് ഏറണേ. എപ്പോഴും നിസ്കരിക്കുന്ന കുട്ടി, പള്ളിയിൽ പോകുന്ന കുട്ടി, ഉമ്മാനെ സ്നേഹിക്കുന്ന കുട്ടി, കുടുംബബന്ധം പുലർത്തുന്ന കുട്ടി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര സ്നേഹമാണ് ഉമ്മാക്ക് ഓനെ കുറിച്ച്. ഇപ്പം എന്തായി? അങ്ങനെ നിൽക്കട്ടെ, രണ്ടാളും തമ്മിൽ തെറ്റണം. അതുവരെ ഞമ്മക്ക് ഉമ്മാനോട് നല്ല രീതിയിൽ നിൽക്കുക, അതേ രക്ഷയുള്ളൂ. അല്ലാതെ നമ്മളെ മാപ്പിളാരൊന്നും ഒന്നിനും കൊള്ളാത്തവരും ഓനെ നല്ല സുജായിയായിരുന്നു ഇതുവരെ. ഇനി അത് നടക്കൂല. നവാസിൻ്റെ ഭാര്യ അതാ താഴേക്ക് വരുന്നു, ഉമ്മയുടെ അടുക്കലിരിക്കുന്നു. ഉമ്മ. സാജി പോയോ? ഓളിപ്പോൾ പോയി. എന്നാലുമല്ലേ ഓൻ കാട്ടുന്നൊരു പരിപാടി. കാരണം നിങ്ങൾ അത്രയും ഓനെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഓനെ അത്രക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഓനെ വെച്ചാൽ നിങ്ങൾക്ക് ജീവനാണ്. നിങ്ങൾ മറ്റേ മക്കളെ പോലെ അല്ലല്ലോ. ഓനെ നിങ്ങൾ ഭയങ്കര നോട്ടാണല്ലോ. അങ്ങനെയൊന്നുമില്ല, എനിക്കെൻ്റെ എല്ലാ മക്കളും ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇങ്ങോട്ട് എനിക്ക് സ്നേഹം നൽകും, സ്നേഹം തരും. അപ്പോൾ പിന്നെ എനിക്ക് അവനെ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. മറ്റുള്ളവരെ പോലല്ലല്ലോ. ഓൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ ഇപ്പോഴും. അല്ലാതെ ഓനോട് പ്രത്യേകിച്ചായിട്ടുണ്ടായിട്ടൊന്നല്ല. എല്ലാ മക്കളും എനിക്ക് ഒരുപോലെയാണ്. 4 ഞാൻ പറ്റേന്നല്ലേ. അപ്പോൾ എല്ലാ മക്കൾക്കും, എല്ലാ അമ്മമാർക്കും മക്കളോട് ഒരുപോലെ തന്നെ ആയിരിക്കും സ്നേഹം. പക്ഷെ ചില മക്കൾ ഓലെ സ്വഭാവം കൊണ്ടും ഓലെ ആ ഒരു സഹായം കൊണ്ടും നമുക്ക് അവരോട് അങ്ങോട്ട് അനുകമ്പ തോന്നുകയാണ്. എൻ്റെ ഷമ്മാസിൻ്റെ കാര്യം അങ്ങനെയല്ലേ. ഞാനില്ലാതെ ഓനൊരു വഴിക്ക് ഇറങ്ങൂല. എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ട് എന്നെ കൈ പിടിച്ച് ഇറക്കി എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്ന് അങ്ങനെയൊക്കെ ഓൻ ഒറ്റയ്ക്കൊരു ആഹ്ലാദത്തിലേക്ക് പോവാറിനില്ല. എപ്പോഴും ഞാൻ ഉണ്ടാവും. അങ്ങനെയാണ് എൻ്റെ കുട്ടിക്ക്. പിന്നെ രാത്രി ആയാലും ഞാൻ കിടക്കാതെ ഓൻ കിടക്കാറില്ല. അത്രക്ക് ശ്രദ്ധയാണ് എന്നെക്കുറിച്ച്. അങ്ങനത്തെയൊക്കെ ഒരു ഇതുണ്ട്. അത് കേട്ടപ്പോൾ ഫസീലാക്ക് ശരിക്കും പറഞ്ഞാൽ ഉത്തരം മുട്ടിപ്പോയി. ശരിയാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ആ സ്നേഹം ഇല്ലാതാക്കണം. അവൾ വീണ്ടും മുകളിലേക്ക് തന്നെ പോയി, ഷാനിയുടെ അടുക്കിലേക്ക് പോയി. അതെ, ഫൈസലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ ആഗ്രഹം ഇല്ലാതാക്കണം. അതാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ഓനക്ക് ഉമ്മാനോട് ദേഷ്യം വരും. അങ്ങനെ ഓൽ തമ്മിൽ തെറ്റണം. എന്നിട്ട് നമ്മളെ മാപ്പിളാരോട് കൂടുതൽ സ്നേഹം കാണിക്കണം. അതിനു വേണ്ടി ഈ ഫൈസലിൽ നിന്ന് വന്നിട്ട് നല്ല രീതിയിൽ സോപ്പിട്ട് മയക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഓൻ എന്ത് പണിയാണ് ചെയ്യണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ. തീരെ കെട്ടാത്ത ചെക്കനല്ലേ കെട്ടിയ പെണ്ണിനെ കെട്ടണ്, അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഷാനി ഒന്ന് മൂളി. അന്ന് ഫസീല റൂമിൽ വന്നപ്പോഴും അവളുടെ ഇക്കയോട് പറയാണ്, എന്നാലും നിങ്ങൾ അനിയൻ വല്ലാത്തൊരു സാധനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ? ഉമ്മാരങ്ങനെ വേദനിപ്പിക്കാൻ പാടുണ്ടോ? ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരണേ കുഴപ്പമില്ല, അത് ഒന്ന് കെട്ടി ഒഴിവാക്കിയതിന് ആണ് ഓനെ പറ്റുന്നത്. നാണല്ലല്ലോ എനിക്ക്. നിങ്ങൾ അനിയനാണ്, വലിയ എല്ലാം കൊണ്ട് ദീനിയായ ഒരാളാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിക്കൊക്കെ നിൽക്കണം. ഫസീലയൊന്നും മിണ്ടാതിരിക്ക്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും. പഠിച്ചോ വിധിച്ച് ചിലപ്പോൾ അതാണെങ്കിലോ. നിനക്കെന്തത്രത്?
നിൻ്റെ വീട്ടുകാരും കെട്ടണത്, അതുപോലെ തന്നെ ഞാനും അല്ല കെട്ടണത്. പിന്നെന്താ, നമ്മൾ അനിയനല്ലേ, ഓനോൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ചെയ്യട്ടെ. ഓന് തെറ്റായ രീതിയൊന്നും സ്വീകരിക്കൂല, അതെനിക്കറിയാം. ഓനെ ഏത് ചതിയിലൊന്നും ചെന്ന് ചാടൂല, അങ്ങനെ വരാൻ വഴിയില്ല. ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല ഓനെ സൂക്ഷ്മമായ ജീവിതം കൊണ്ട്. പിന്നെ ഇപ്പം എന്താ, നമ്മളെ ടെൻഷനാണ്. എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഉമ്മാക്കൊന്നും ഇഷ്ടമില്ലാതെ. നവാസിൻ്റെ ഭാര്യ ഓരോന്ന് പറഞ്ഞ് അവനെ മൂപ്പിക്കുകയാണ്. പാവം ഷമ്മാസ് ഇതൊന്നും അറിയുന്നില്ല. അവൻ അതാ വൈകുന്നേരത്തോടെ ഷോപ്പിൽ നിന്ന് പോരുകയാണ്. സ്റ്റാഫിനോട് പറഞ്ഞു, മക്കളെ കട അടച്ച് പോയിക്കോളട്ടെ, ഇന്ന് കുറച്ച് നേരത്തെ എനിക്ക് ഇറങ്ങാനുണ്ട്. ഷമ്മാസ് ഷോപ്പിൽ നിന്നിറങ്ങി നേരെ ഉമ്മയുടെ അടുക്കിലേക്ക്, വീട്ടിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയോ സൂപ്പർ മാർക്കറ്റിൽ കയറി വാങ്ങി അവനതാ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തി ഉമ്മയോട് സലാം പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ ഉമ്മ സലാം മടക്കി. വഅലൈക്കും അസ്സലാം. ഉമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത. ഉമ്മ, എന്താടാ, എന്തുമ്മ, എന്ത് പറ്റി മുഖത്ത് വല്ലാത്തൊരു എന്തോ ഉണ്ടല്ലോ? എന്താടാ കാട്ടുക? മനസ്സിന് സമാധാനം ഇല്ലാഞ്ഞാൽ പിന്നെ എങ്ങനെ മുഖത്ത് തെളിച്ചുണ്ടാവോ? ഉമ്മ, എൻ്റെ ഉമ്മാക്ക് എന്താ സമാധാനക്കേട്? ഷമ്മാസ് ഉമ്മയുടെ കൈ പതുക്കെ തലോടി. ഉമ്മ, നിങ്ങൾക്ക് എന്ത് സമാധാനക്കേടുള്ളത്? ഉമ്മാൻ്റെ കുട്ടി ഇവിടെ അടുത്തില്ലേ, പിന്നെ എന്ത് സമാധാനക്കേട്? ഷമ്മാസേ, ഒന്നുമില്ലടാ. ഉമ്മ കണ്ണീർ തുടച്ചു. അത് കണ്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും സങ്കടമായി. എന്തുമ്മ, എന്ത് പറ്റിയത്? മോനെ, ഞാൻ പറഞ്ഞ എല്ലാം അനുസരിക്കുന്ന കുട്ടിയായിരുന്നു നീയെ, പക്ഷേ ഇപ്പം നീയും എല്ലാവരെ പോലെയും ആകുകയാണല്ലേ. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? ഞാനോ? ഹേയ്, ഒരിക്കലും എൻ്റെ ഉമ്മയില്ലാത്ത ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലല്ലോ. എന്താ ഉമ്മ പറയുന്നത്? ഒന്ന് വ്യക്തമായി പറയുമ്മ. എടാ, അനക്ക് ആ രണ്ടാം കെട്ടിയ കാര്യത്തിന് തന്നെ വേണോ? വേറെ നോക്കിയാൽ പോരെ? എല്ലാവരും കൂടി എൻ്റെ നേർക്കെടുക്കുകയാണ്. അത് കേട്ടപ്പോൾ കാര്യം ഷമ്മാസിന് മനസ്സിലായി. ഇല്ല, അവരെല്ലാവരും കൂടി എൻ്റെ ഉമ്മയെ എന്തൊക്കെയോ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ, നിങ്ങളോട് എന്താ പറഞ്ഞത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്താടാ, ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? എനിക്കറിയില്ലേ. അല്ല, ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ. അനക്ക് ആ രണ്ടാം കെട്ടുകാരിയെ മാത്രമേ പറ്റുള്ളൂ? വേറെ ആരെയും എനിക്ക് പറ്റൂലേ? ഷമ്മാസിൻ്റെ മുഖം വല്ലാതെയായി. അവൻ്റെ ഹൃദയം പിടച്ചുപോയി. കണ്ണുകൾ നിറഞ്ഞു. അവൻ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഇല്ല ഉമ്മ, എൻ്റെ ഉമ്മയുടെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം. അത് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയി വാതിലടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. പഠിച്ചോനെ, ഞാൻ എന്താ ചെയ്യുക? ഹേയ്, എൻ്റെ കണ്ണുനീർ ഉമ്മ കാണാൻ പാടില്ല. എപ്പോഴും നല്ല ധൈര്യത്തോടെയും നല്ല ശക്തിയോടെയും നിൽക്കുന്ന എൻ്റെ കണ്ണീര് ഉമ്മ കാണാൻ പാടില്ല. ഒരിക്കലും എൻ്റെ കണ്ണീര് കണ്ട് ഉമ്മ വിഷമിക്കരുത്. ഷമ്മാസ് മുഖമെല്ലാം തോർത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അത് ഉമ്മയുടെ അടുക്കലേക്ക് വീണ്ടും വരുന്നു. ഉമ്മ, നമുക്ക് ഷോപ്പിലേക്കൊന്ന് പോവണ്ടേ? മോനെ, പോകാനൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ എൻ്റെ കഥയൊക്കെ കേട്ട് പിന്നെ ഇവരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞ് ഓരോന്ന് ഉമ്മാനെ പറഞ്ഞ് വിഷമിപ്പിച്ചു. ഇപ്പം എനിക്ക് ഒന്നിനും മൂടില്ലടാ. ഉമ്മ അവിടെ ഇരുന്നോളാം. അല്ലമ്മ, നമുക്ക് പോകണം, പോയേ തീരൂ, ഇൻഷാ അല്ലാ. മോനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിൻ്റെ കൂടെ വരികയാണെങ്കിൽ തന്നെ അവരൊക്കെ സംശയിക്കും. അവർ പറയും, മോന് ഉമ്മയും കൂട്ടി പോകുന്നുണ്ട് ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട്, ഓരോന്ന് പറഞ്ഞ് സോപ്പിടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. സത്യമായിട്ടും മോനെ, ഇനി ഉമ്മ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉള്ളൂ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഷമ്മാസിനത് കേട്ടപ്പോൾ വല്ലാതെ അങ്ങ് മനസ്സ് വിങ്ങിപ്പോയി. ഇല്ല, അവരൊക്കെ ഉമ്മയെ നല്ല രീതിയിൽ പറഞ്ഞ് വശത്താക്കിയിട്ടുണ്ട്, അതുറപ്പാണ്. അല്ലാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. ഷമ്മാസിൻ്റെ പ്രതീക്ഷകളെല്ലാം അതാ തകർന്നടിയുന്ന പോലെയാണ് അവനക്ക് തോന്നിയത്. എങ്കിലും അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. അന്ന് വൈകുന്നേരം നുസൈബയുടെയും ഫൈസലിൻ്റെയും കല്യാണം ഉണ്ടാക്കിയ ബ്രോക്കർ
മുതലാളിയുടെ വീട്ടിലേക്ക്. അതെ, ഹസൈനാജി. നുസൈബയുടെ ഉപ്പ പലപ്പോഴും പണിക്ക് വരുന്നത് ഇവരുടെ വീട്ടിലും പറമ്പിലുമൊക്കെ ആയിരിക്കും. ഹസൈനാജി വലിയ പ്രമുഖനാണ്, വലിയ ധനികനുമാണ്, ഭാര്യയും മക്കളുമൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ബ്രോക്കറോട് അന്ന് ബ്രോക്കർ പറഞ്ഞിരുന്നു, ആചാര്യരെ, നിങ്ങൾക്കൊക്കെ എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും കിട്ടുമല്ലോ, അതിനിപ്പോൾ എന്താ, നിങ്ങൾ അത്രയ്ക്കും വലിയ മുതലാളിയല്ലേ, നിങ്ങൾക്കാണെങ്കിൽ കുടുംബം നോക്കാനുള്ള ശേഷിയുണ്ട്. എന്നാൽ നുസൈബയുടെ കല്യാണമുണ്ടാക്കിയ ആ ബ്രോക്കർ അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നത് മറ്റൊന്നിനുമല്ലായിരുന്നു. ഹാജിയരെ, എന്തൊക്കെ വർത്താനം? ആഹാ, ഇതാരാ, കയറിയിരിക്കടാ. ബ്രോക്കർ അവിടെയുള്ള ആ വലിയ സിറ്റൗട്ടിലേക്ക് കയറിയിരുന്നു. വളരെയധികം വിശാലമായ മുറ്റത്തിൻ്റെ അങ്ങേ തലക്കുള്ള ആ ഗേറ്റിലേക്ക് വെറുതെ നോക്കിയിരുന്നു. അല്ല, ഇജെന്തങ്ങനെ ആലോചിക്കണേ? കുറേ നേരമല്ലേ തുടങ്ങിയിട്ട്? അല്ലടാ, ഞാൻ എന്നോട് പറഞ്ഞ കല്യാണത്തിൻ്റെ കാര്യം എന്തായി? ഹുസൈനാജി ചോദിച്ചു. അല്ല ആചാര്യേ, ഇങ്ങൾക്കിപ്പം ഇനി വേണോ? പിന്നെന്താടാ, ഇജല്ലേ പറഞ്ഞത് ഇങ്ങക്ക് വേണമെങ്കിൽ ഇനി 100 കിട്ടും എന്നുള്ളത്. ഞമ്മക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സ്വത്തും മുതലും ഉണ്ട്. ഞമ്മക്ക് ഒന്നല്ല 10 പോറ്റാനുള്ള ശേഷിയുണ്ട്. അല്ല, ഇജ് പോയിട്ട് ഇനിയിപ്പോൾ എന്തായി? എന്തെങ്കിലും അയക്കണോ? ആചാര്യരെ, വെറുതെ ഈ മജീദ് ഇങ്ങോട്ട് കയറി വരില്ലാന്ന് ഇങ്ങക്കറിയില്ലേ? പറയടാ. മുതലാളിയെ, ഞാനേ ഇപ്രാവശ്യം നിങ്ങൾക്ക് കണ്ടുവച്ച പെണ്ണെന്ന് വെച്ചാൽ അത് നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകും. അതെന്താടാ? ഓളെന്താ ഈ ദുനിയാവത്തെ പെണ്ണൊന്നല്ലേ? ഹൂർലീനാണോ? ഹാജിയരെ, നിങ്ങളോട് പറയുകയാണെങ്കിലേ അത് ഒരു തങ്കക്കുടം തന്നെയാണ്. ആഹാ, എന്നിട്ടെന്തേ ഇജി നമ്മളോട് ഇതുവരെ ഇത് പറയാഞ്ഞത്? അതിനൊക്കെയുള്ള അവസരം ഒത്തു കിട്ടണ്ടേ? ഇപ്പോഴാണ് അവസരം ഒത്തു കിട്ടിയത്. എൻ്റെ പൊന്നാര ഹാജിയരെ, കിളി പോലത്തെ ഒരു പെൺകുട്ടിയുണ്ട്, പഠിച്ചാൻ പോവാണിപ്പോൾ. പക്കെങ്കിൽ നിങ്ങളോട് പറയാനേ ഒന്ന് കെട്ടി തീർത്താണെങ്കിൽ ഒരു കുഴപ്പമില്ല, കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ലേ. കുട്ടിയുടെ പേരിന് കുറച്ച് നിൽക്കണമെന്ന് തന്നെ ഉള്ളൂ. പാവപ്പെട്ട കുടുംബമാണ്, നിങ്ങൾക്ക് അറിയണ ആൾ തന്നെയാണ്. നിങ്ങളെ പണിക്കാരനല്ലേ? ഓൻ്റെ മോളെന്നെ. എന്താ മജീദ് ഈ പറയണത്? അതെന്നെ ആചാര്യരെ, ആ കുട്ടീൻ്റെ കല്യാണം ഉണ്ടാക്കിയത് ഞാനാണേ. ഒരു വമ്പം കൂട്ടുണ്ടേനോ, ഓലിങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് പണ്ടും പൈസ ഒന്നും വേണ്ട, മുതലും വേണ്ട, കുട്ടി നല്ല ചൊറുക്കമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കണ്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ആ കുട്ടീനെ ആദ്യമേ ഒരു കണ്ണുണ്ട്. എനിക്ക് 10ാം ക്ലാസ് മുതൽ തന്നെ ആ കുട്ടീനെ കണ്ണ് വെച്ചേക്കണം. കാരണം നല്ല ആലോചന വരും ആ കുട്ടികളെ കുറച്ച് രസം ഉണ്ടായാൽ അപ്പോൾ പിന്നെ നമുക്ക് പണി എളുപ്പമാവും ചെയ്യും, ഓൾക്ക് പുതിയാപ്പിളുള്ള ആൾക്കാർക്ക് പറ്റും ചെയ്യും. അത് മാത്രമല്ല നമുക്കുള്ള കമ്മീഷൻ കിട്ടും ചെയ്യും. അന്ന് ഞാൻ കണ്ടുവച്ചതിന് ആ കുട്ടി പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ പോണ സമയത്ത് നല്ല കുട്ടിയാണ്, നല്ല കാണാൻ നല്ല കിളി പോലത്തെ ഒരു കുട്ടിയാണ് ആ കുട്ടി. ആദ്യം തന്നെ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കല്യാണമൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തത്, അതെന്താ പുതിയാപ്പിളൊക്കെ എന്താ ഒരു ചെറിയൊരു ഇതുണ്ടായിട്ട് ആ കുട്ടി അവിടെ നിന്ന് പോന്നിക്കാണ്. ഇപ്പോൾ കുട്ടി ഇവിടെയാണ്. ആചാര്യരെ, ഓളെ കുടുംബമാണെങ്കിൽ നിങ്ങൾക്ക് അറിയണല്ലേ, ഇവിടെ പണിക്ക് വരുന്ന ആളല്ലേ ഓളെ ബാപ്പ. ആ കുട്ടീനെ ഒഴിവാക്കിയോ? അന്ന് ഓളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് എന്നെ കൊണ്ട് കഴിയുന്ന സഹായിക്കാൻ കൊടുത്തീനോ? ഓൻ എൻ്റെ മുമ്പിൽ വന്ന് കൈ നീട്ടീനോ? പിന്നെ ഇപ്പോൾ കൊടുക്കാതിരിക്കാൻ വയ്യൂലല്ലോ. എന്തായാലും ഇത് പറ്റിയത് തന്നെയാണ്. കാരണം കുടുംബം കുറച്ച് സാമ്പത്തികം കുറവാണെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മളുള്ളവർ ഓൽക്കൊരു സഹായമായി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓലം രക്ഷപ്പെടും. താഴെയില്ലേ വേറെ 2 പെൺകുട്ടികൾ, ഓല കാര്യം വേണ്ടേ? ഓനേതായാലും സുഖമില്ലാത്തൊരാളാണ്. ആചാര്യരെ, പറ്റിയ ചാൻസാണ്, കിളി പോലത്തെ പെണ്ണാണ്. എന്തൊക്കെ തന്നെ ആയാലും ആ കുട്ടി ഇവിടെ എത്തിക്കിട്ടിയാൽ ആ കുടുംബം കഴിച്ചിലാവും അല്ലേ? അല്ല മജീദേ, ഇന്നിപ്പോൾ ആ കുട്ടിക്ക് പറ്റുമോ? അതാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ചത്. നിങ്ങളെന്തായി പറയണത്? കുട്ടീൻ്റെ ഇഷ്ടം പോലല്ലല്ലോ, കുട്ടീൻ്റെ പെരക്കാരെ ഇഷ്ടം പോലെ. അത് അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല, ഒരു സാധു കുട്ടിയാണ്.
ഇമ്മയും ബാപ്പയും എന്താ പറയണത് അതാണ് ആ കുട്ടിക്ക്. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ആ കുട്ടിക്കൊന്നുമില്ല. അതിൻ്റെ മുമ്പും അങ്ങനെ തന്നെ ഓല് പറഞ്ഞപ്പോൾ ഓള് സമ്മതിച്ചു. ഇതും അങ്ങനെ തന്നെ ആയിക്കാരം. നമ്മളെ കുടുംബം രക്ഷപ്പെടും അല്ലെങ്കിൽ കുട്ടിക്കൊരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിയൊന്നും എതിർത്ത് പറയില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എന്നാലും എന്നെപ്പോൾ കാണാൻ ആചാര്യ നിങ്ങളെ കാണാൻ എന്താ ഒരു കുഴപ്പമില്ലല്ലോ, നല്ല മൊഞ്ചുണ്ട് ഇപ്പോഴും, കുറച്ചൊരു പ്രായം കൂടിയിരിക്കണേ എന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നാൽ ആ കുട്ടിനെ നമുക്ക് കാണാൻ പോയിരുന്നില്ലേ, ആദ്യം ഒന്ന് വിവരം ചോദിച്ചു നോക്കാം. ഹാജരെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പണിക്കാരൻ സമ്മതിക്കാതിരിക്കുമോ? നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയേക്കാം. അതിനു മുമ്പായിട്ട് പെണ്ണിൻ്റെ വാപ്പാനൊന്ന് വിളിച്ച് കാര്യം പറയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നോളാം, ഞാൻ ചെന്നിട്ട് കാര്യങ്ങളാണ്ട് പറഞ്ഞോളാം, അതല്ലേ നല്ലത്. മജീദേ, ഈ കല്യാണങ്ങാലം എനിക്ക് ശരിയാക്കി തരികയാണെങ്കിൽ ഇജ്ജ് പറഞ്ഞ പൈസ ഞാൻ തരും, നോക്കിക്കോ. നമ്മൾ ആചാര്യ മുത്തല്ലേ, അതെനിക്ക് അറിയാലോ, അതുകൊണ്ടല്ലേ നിങ്ങൾക്കുള്ള ആലോചനയായിട്ട് ഞാൻ വന്നത്. പറഞ്ഞ പൈസ തരും എന്നുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ ബ്രോക്കർ മജീദത നേരെ നുസൈബയുടെ വീട്ടിലേക്ക്. ആചാര്യ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സംഭവം എളുപ്പമായി. എന്തായാലും ഓളെ ബാപ്പാനോടൊന്ന് സംസാരിക്കട്ടെ. അന്ന് നുസൈബ ക്ലാസ്സിന് പോയ സമയം ഉമ്മയും ഉപ്പയും അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴതാ ബ്രോക്കർ കയറി വരുന്നു. എടി അതാ ആ മജീദ് വരുന്നുണ്ട്, എണീറ്റാളെ. പഠിച്ചോനെ, നമ്മളെ മോളെ ആദ്യത്തെ കല്യാണം ഉണ്ടാക്കിയ ആളാണ്, അയാളെ പണിയാണ് അത്ര നിർബന്ധത്തോടെ കല്യാണം ഉണ്ടാക്കിയതും കെട്ടിച്ചതും ഒക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കയറിയിരിക്കും മജീദേ, എന്തൊക്കെ എൻ്റെ വർത്താനം? വർത്താനൊക്കെ സുഖമാണ്. നിങ്ങളെ വർത്താനല്ലേ ഇപ്പോൾ വളരെ പ്രയാസത്തിൽ. എൻ്റെ മനസ്സൊക്കെ അത് വല്ലാത്ത വേദന ഉണ്ട് കേട്ടോ. ഞാനാണ് ആ കല്യാണം ഉണ്ടാക്കിയത്. അതൊക്കെ ശരി തന്നെയാണ്. നമ്മൾ ഇത് കൊളർക്കൂലല്ലോ തീരെ. സത്യമായിട്ടും നല്ലൊരു കുടുംബമായിരുന്നു എല്ലാം കൊണ്ടും. ആ തള്ളൻ്റെ സ്വഭാവമൊക്കെ എന്താ ചിട്ടിക്കുക, നല്ല തങ്കം പോലത്തെ സ്വഭാവമാണ്. വാരി കോരി കൊടുക്കണ തള്ളണത്. കിട്ടിയത് നിങ്ങളെ ഭാഗ്യേന്. പക്ഷേ എന്താപ്പം ചെയ്യുക, മരുവൻ അങ്ങനെ ആയിപ്പോയില്ലേ, അത് സാരല്ലേ, നിങ്ങൾ വിഷമിക്കല്ലേ ഒന്നുകൊണ്ടും. ഉപ്പ അത് കേട്ടപ്പോൾ സങ്കടപ്പെട്ടു. പിന്നെ ഇങ്ങളെ ഇങ്ങനെ വിഷമിക്കാനല്ല ഞാൻ അങ്ങോട്ട് വന്നത്, നിങ്ങൾക്ക് അതിനും വലിയൊരു സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്. മജീദേ, ഇഞ്ഞും ഞങ്ങളെ ഇല്ല കാക്ക, നിങ്ങളെന്താ അങ്ങനെ പറയാനേ? അതിപ്പോൾ എങ്ങനെ? ഞാൻ നിങ്ങളെ കുടുക്കിയിട്ടില്ലല്ലോ ഒരിക്കലും, നിങ്ങൾക്ക് ഞാൻ നല്ലതല്ലേ പറഞ്ഞു തന്നിട്ടുള്ളൂ. മജീദേ, കാര്യമൊക്കെ ശരിയാണ്, ഇത് നല്ല തന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് എല്ലാം കൊണ്ടും. എൻ്റെ കുട്ടിക്ക് അവിടെ സുഖമായിരുന്നു. പക്ഷേ ആ ഓന്, എൻ്റെ മരുവന്, ഓൻ അങ്ങനത്തെ ഓരോ ബുദ്ധിമോശം അല്ല എന്താ. അതന്നെയാണ് കാക്ക ഞാൻ പറയണത്. ഇങ്ങളെ വിഷമിക്കല്ലേ, നമുക്ക് ഒന്നാണ്ട് പോകുമ്പോൾ പഠിച്ചോൻ വേറൊന്ന് തരുമെന്ന് പറഞ്ഞില്ലേ, അത് ശരി തന്നെയാണ്. അല്ലെങ്കിലും എൻ്റെ കുട്ടിക്ക് വരുന്ന ആലോചനയൊക്കെ നല്ല ഒന്നാം നമ്പർ ആലോചന കേട്ടോ. നല്ല സ്വത്തും മുതലുള്ളടത്തേക്കാണ് ആലോചന മുഴുവൻ പോണത്. എന്തേ മജീദേ, ഇജ്ജ് വേറെ വീണ്ടും ആലോചനയായിട്ട് വന്നോ? അതെ, ഞാനേ വേറൊരു ആലോചനയായിട്ട് വന്നിക്കാണ്. നമ്മളെ കുട്ടി ഒരിക്കലും കഷ്ടപ്പെടൂല എന്ന് വെച്ചാൽ എന്നും നല്ല രീതിയിൽ ഓൾക്ക് തലമുറകൾക്ക് കയ്യാളുള്ള സ്വത്തും മുതലുള്ള ടീമാണ്. പൊന്നാര മജീദേ, ഇനിയും ഈ സ്വത്ത് മുതലായിട്ടൊന്നും വരില്ല. നല്ല സ്വഭാവമുള്ള ആൾക്കാരായിട്ട് വന്നാൽ മതി. പിന്നെ കാക്ക, ഇത് ഒരിക്കലും ഒന്നാം കെട്ടല്ലട്ടാ, നമ്മളെ മോൾക്കിത് രണ്ടാമത്തെ കെട്ടാണ്. അപ്പം നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും നടക്കൂല. പക്ഷേ ചിലപ്പോൾ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെടലുണ്ട്. ചിലവർക്ക് ആദ്യത്തെ കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം. എന്നാൽ രണ്ടാമത്തെ കല്യാണം കഴിയുമ്പോഴോ നല്ല സുഖമാണ് ഓൾക്ക് രണ്ടാമത് കെട്ടിച്ചു കൊടുത്ത് എന്ന് പറയും. അങ്ങനെയാണ് നമ്മളെ പെൺകുട്ടിക്ക് നല്ലൊരു ആലോചനയായിട്ട് അപ്പോൾ വന്നിക്കണത്. ഉമ്മ വാതിൽ മറവിൽ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ പടച്ചവനെ സ്തുതിച്ചു. അല്ലാ, ഹൈറാണെങ്കിൽ പടച്ചവനെ നടക്കണേ അല്ലാ, അല്ലാതെ എൻ്റെ കുട്ടി എത്രയെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട്. ഉമ്മ വിചാരിച്ചു എല്ലാം നല്ലതായിരിക്കുമെന്ന്. മജീദേ, എൻ്റെ കുട്ടിയുടെ ഒപ്പം പഠിക്കുകയാണല്ലോ, ഓള് പഠിച്ചോട്ടെ, ഓള് പഠിക്കാതൊക്കെ എന്ത് പണിയും ചെയ്തോട്ടെ. ഇനിയിപ്പോൾ ഓളെ വലിയ വലിയ ബിരുദം നേടിയെടുക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഓളെ കെട്ടാൻ പോണ പുതിയാപ്പള്ളിൻ്റെ അടുത്തുണ്ട്. അതിന്മേലൊന്നും ഒരു
കുറവ് ഓൾക്ക് വരൂല. ഓളെ ഇഷ്ടം എന്താണ് അങ്ങനെ അതുപോലെ ഓൾക്ക് ജീവിക്കാം. അത്രക്കും പൂത്ത പണല്ലേ മൂപ്പരടുത്ത്. എത്രയാണ് സ്വത്തും മുതലും, എല്ലാത്തിനും പണിക്കാരല്ലേ. മജീദേ, ഈ ആരെ കാര്യമാണ് ഈ പറയണത്? അതൊക്കെ ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. എന്തായാലും പുതിയാപ്പിള നല്ലൊരു അസൽ സാധനമാണ്. അതുമല്ല എല്ലാം ഉണ്ട്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. വലിയ വീടും പറമ്പും കാറും ഇഷ്ടം പോലെയാണ്. നിങ്ങളെ മോള് പഠിക്കണേ പഠിച്ചോട്ടെ, അതിനൊന്നും തടസ്സം ഉണ്ടാവില്ല. അതൊക്കെ ഓളോളം ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ പഠിച്ചോട്ടെ. അതിനുള്ള ചിലവൊന്നും നിങ്ങൾ നോക്കും വേണ്ട, അതൊക്കെ ഓല് വഹിച്ചോളും. അതെല്ലാം കേട്ടപ്പോൾ ഉപ്പാക്കും മനസ്സിന് വല്ലാത്തൊരാശ്വാസമായി. പിന്നെ നിങ്ങളെ താഴെ 2 പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ടല്ലോ. ഈ നുസൈബാൻ്റെ ഇളയറ്റങ്ങളില്ലേ, എന്തൊക്കെ തന്നെയായാലും നുസൈബ് അങ്ങനെ വീട്ടിൽ കെട്ടി തീർത്ത് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ ഓൾക്ക് കല്യാണത്തിൻ്റെ സമയമാകുമ്പോഴേ അതൊരു പ്രയാസമായിരിക്കും. ഒന്ന് മൂത്തത് അവിടെ കെട്ടി തീർത്ത് നിൽക്കുന്നുണ്ട്, അതാ പേര് വരില്ലേ. പിന്നെ ഒരു ആൺകുട്ടി ഇല്ലല്ലോ, അതൊക്കെ ഉണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അതൊരു പ്രയാസമാണ്. ഇങ്ങനെ കുട്ടികൾ വീട്ടിൽ നിന്നാൽ ഒന്നാണ്ട് കല്യാണം കഴിച്ച് ഒഴിവാക്കിയ പെട്ടെന്ന് വേറെ ഉണ്ടാക്കണം നമ്മളെ. മറ്റേത് കുട്ടികൾ പിന്നെ നമുക്ക് അങ്ങോട്ട് തിരിയില്ല, പിന്നെ നമുക്ക് കല്യാണമേ വേണ്ടി വരില്ല. അതുകൊണ്ടേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ ഇങ്ങോട്ടാണ് ഓടിയത്. കാരണം മറ്റൊന്നുമല്ല, ഈ കുട്ടീൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം അത്രക്കും അവിടുത്തെ തള്ളാന്നൊക്കെ പറഞ്ഞാലേ എന്താ സാധനം, നല്ല ഒരു അമ്മായിമ്മയാണ്. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ കമ്മീഷൻ ഒക്കെ തന്നിക്കണ്. മാത്രമല്ല നല്ല സ്നേഹവും സ്വഭാവമാണ്. അതൊക്കെ നല്ലത് തന്നെയാണ് മജീദേ. ഈ പറഞ്ഞത് ശരിക്കും നല്ലത് തന്നെയാണത്. ഇവൻ്റെ സ്വഭാവത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ എൻ്റെ കുട്ടിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എത്രയൊക്കെ തന്നെ ആയാലും പുതിയാപ്പിളാരും ഉണ്ടായാലും പറഞ്ഞാലും പിന്നെ എന്താ, എന്തുണ്ടായിട്ടും എന്താ. അതുകൊണ്ട് എന്തായാലും ഓളവിടെ നിന്ന് പോന്നു. അല്ല, ഓളെ ഉമ്മനെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇധികം വൈകിക്കണ്ട, വേഗം പുതിയ ഒരു കെട്ടിന് അങ്ങോട്ട് നിങ്ങൾ ഒരുങ്ങിക്കോളി. കുട്ടിനോട് ഇത് വല്ലാതെ മുണ്ടൊന്നും വേണ്ട. അതായത് കുട്ടി ഇപ്പം സമ്മതിച്ചില്ല. കാരണം എന്താ, ഓൾക്കിപ്പോൾ ഒന്നും അനുഭവമായി. ഏത് പുതിയാപ്പിളിൻ്റെ അടുത്ത് ചെന്നാലും ഇതന്നെ ആയിരിക്കും അവസ്ഥ എന്ന് ഓൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുകൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ, കെട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ രണ്ടാമത്തിന് കുട്ടികൾക്ക് വലിയ ബോധ്യം ഉണ്ടാവില്ല. കാരണം എന്താ, അവസ്ഥ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചതുകൊണ്ട് പലരും അതാണ് വിവാഹത്തിൽ നിന്ന് പിന്നെ അതങ്ങോട്ട് പിന്മാറുന്നത്. പിന്നെ ഒറ്റപ്പെട്ട ജീവിതം അങ്ങനെയായിരിക്കും. അതിന് സമ്മതിച്ചരുത്. ഇത്രയും നല്ലൊരു ബന്ധം വന്നിട്ട് നമ്മൾ തട്ടിക്കലരുത്. ഇനി എങ്ങനെയെന്ന് വരിക പറയാൻ പറ്റില്ല. അത്രക്കും നല്ലൊരു ബന്ധമാണ് ഇപ്പോൾ വന്നത്. നിങ്ങളെ കാര്യം, നിങ്ങളെ ഈ പെരൻ്റെ കാര്യം, കുട്ടികളെ കാര്യം ഒക്കെ ഓല ഏറ്റെടുക്കും, അത് ഉറപ്പാണ്. അല്ല മജീദ്, ഇജ് തെളിച്ച് പറയേ. ഇജിന്നെ ഒന്നായിട്ട് ഇങ്ങോട്ട് മനസ്സിങ്ങോട്ട് ഇടങ്ങാറാക്കല്ലേ. വേഗം ഒന്ന് തെളിയിച്ച് പറയടാ. എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതന്നല്ലേ ഏറ്റവും നല്ലത്. എന്നിട്ട് എൻ്റെ കുട്ടി അവിടുന്ന് പഠിച്ചാൽ പോയിക്കോട്ടെ, അതാണ് ഏറ്റവും റാഹത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഓളിങ്ങനെ ഇറങ്ങി ഒറ്റയ്ക്ക് പോകുമ്പോൾ മനസ്സിക്ക് വല്ലാത്തൊരു വേദനയാണ്. നമ്മളൊരിക്കലും വിചാരിച്ചതല്ലല്ലോ ഇങ്ങനെയൊന്നും. എടാ, അങ്ങനെ ഉണ്ടെങ്കിൽ ഹയറാണെങ്കിൽ നടക്കട്ടെ. എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ജീവിതം എനിക്ക് കൊടുക്കാൻ കഴിയുമോ? കാക്ക, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പിന്നെ നിങ്ങളെ കുട്ടി വെച്ചാൽ കാണാൻ അത്യാവശ്യം ചുറുക്കുള്ള കുട്ടിയാണല്ലോ. ഓൾക്ക് പുതിയാപ്പിളാരൊക്കെ ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ ഇതുപോലെ കിട്ടൂല. പുതിയാപ്പിളാരെങ്ങനെ നടക്കണമല്ലോ അതൊക്കെ ഉണ്ടാവും, കിട്ടും. പക്ഷെ ഇതെന്ന് വെച്ചാൽ എന്താ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചിലായി, നിങ്ങളെ കുടുംബം കഴിച്ചിലായി, അത് പറയാം. എന്നാൽ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമ്മൾ നാളെ പുതിയാപ്പിളിനായിട്ട് വരട്ടെ. മജീദേ, ആയിട്ടില്ലട്ടാ. എൻ്റെ മോളോട് ഞാൻ ചോദിക്കട്ടെ. എൻ്റെ മോളോട് ചോദിക്കാതെ ഒന്നിനും ഞാൻ നിൽക്കണില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ മോളോട് ചോദിക്കാതെ നിന്നതിൻ്റെ അനുഭവം അതിപ്പോഴും മനസ്സിലുണ്ട്. അതങ്ങനെയൊക്കെ ആയിപ്പോയി. അത് സാരമില്ല കാക്ക, നിങ്ങൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കല്ലേ. നമുക്കതിന് പകരം വേറെ പഠിച്ചൊന്നും തന്നിക്കണല്ലോ, തട്ടി മാറ്റി കളയരുതിട്ടാ. എന്നാ കാക്ക ഞാൻ ഇറങ്ങട്ടെ. അല്ലടാ, നമുക്ക് ചായയും വെള്ളമൊന്നും വേണ്ടേ? അപ്പോഴേക്കും ഉമ്മ ചായ ഉണ്ടാക്കിയിരുന്നു. ഇക്ക, ഇതാ ചായ. ഇതാ ഈ ചായ കുടിച്ചിട്ട് പോയിക്കോ.
ചായ ഒന്നും വേണ്ട, കല്യാണം എന്ന് പേര് റെഡിയായി കിട്ടിയാൽ മതി, എന്നാൽ തന്നെ വലിയ റാഹത്തായി. മജീദ് സന്തോഷത്തോടു കൂടി അവിടുന്ന് ചായ കുടിക്കുകയാണ്. അയാളുടെ മനസ്സിൽ മുഴുവൻ ഹാജേരി പറഞ്ഞ വാക്കുകളായിരുന്നു. ഈ കല്യാണമെങ്ങാനും നടന്നു കിട്ടിയാൽ നീ ചോദിക്കുന്ന പൈസ ഞാൻ തരും. അതിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മജീദ് ഇതിനു വേണ്ടി പുറപ്പെടുകയാണ്. മനസ്സിൽ ഒരുപാട് ചിന്തകൾ കയറിക്കൂടുകയാണ്. ഈ കല്യാണമെങ്ങാനും നടന്നു കിട്ടിയാൽ ഞാൻ കഴിച്ചിലായി. പിന്നെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ട്ടാ താത്ത, ഞാൻ ഇറങ്ങട്ടെ. നിങ്ങളെ മോൾക്ക് വീണ്ടും ഒരു ഭാഗ്യം വന്നിക്കണമെന്ന് വിചാരിച്ചാൽ മതി, തട്ടി മാറ്റി കളയരുത്. കഴിഞ്ഞാൽ പോയിട്ടോ. ഉമ്മയും ഉപ്പയും പുതിയാപ്പിള ഏതാണെന്ന് ചോദിച്ചിട്ട് കറക്റ്റായിട്ട് അയാളൊരു ഉത്തരം പറഞ്ഞതുമില്ല. എങ്കിലും ഉമ്മക്കും ഉപ്പക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം അത്രക്കും ഒരു നല്ലൊരു ആലോചന വീണ്ടും വന്നു എന്ന് കേട്ടപ്പോൾ മനസ്സിന് അല്പം സമാധാനം. അതുമല്ല, പെണ്ണിനെ പൊന്നു പോലെ നോക്കും എന്നും മജീദ് പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിനുള്ളിൽ ഒരു ആഗ്രഹം ഇല്ലാതില്ല. അല്ലാതെ ഞങ്ങളുടെ മകൾ എങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കും എന്നതിനെക്കുറിച്ചും അവർക്ക് വല്ലാതെ ആവലാതി ഉണ്ടായിരുന്നു. മജീദ് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ഇക്ക എന്താലേ അന്ന് ഓനിങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നു, ഇപ്പോൾ അതങ്ങനെയൊക്കെ അങ്ങോട്ടായി. എടി എന്താ ചെയ്യുക, നല്ലതൊക്കെ ആയിരുന്നു, പക്ഷേ ഓൻ്റെ സ്വഭാവമോശം കൊണ്ടല്ലേ. എടി നമ്മളെ മോള് ഇനി അങ്ങനെ ചതിയിൽ പെടാൻ പാടില്ല. ഇനി ചതിയിൽ പെട്ടതല്ലല്ലോ, അങ്ങനെ ആയിപ്പോയതല്ലേ. പെരക്കാരൊക്കെ നല്ല ആൾക്കാരല്ലേ, ഓലെ ആ നല്ല മനസ്സുകൊണ്ടല്ലേ നമ്മളെ വീട്ടിലേക്ക് ഇത്രയും സാധനങ്ങളും പൈസയും ഒക്കെ എത്തിച്ചു തന്നത്. നമ്മളെ കുട്ടീൻ്റെ പഠനവും ഒക്കെ അതുകൊണ്ടല്ലേ. നമ്മളതൊന്നും മറക്കാൻ പാടില്ലല്ലോ. ശരിയാണ്, എന്തപ്പോൾ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ മോളോട് എന്തായാലും ചോദിച്ചു നോക്കലേ, അല്ലാതെ നമ്മളെ ഇഷ്ടത്തിനൊന്നും നമ്മൾ ചെയ്യണ്ട. ഇൻഷാ അല്ലാ മോളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എന്തായാലും മോള് വരട്ടെ. അന്ന് നുസൈബയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉമ്മയും ഉപ്പയും അതാ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നു. നുസൈബ അതാ കൃത്യസമയത്ത് വീട്ടിലേക്ക് വരുന്നു. മോള് വരുന്നുണ്ട്. പിന്നെ വന്നപ്പോൾ തന്നെ പറയണ്ട, ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ, അവളെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ. ഇനി താക്കം പോലെ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളെ കുട്ടീൻ്റെ ഭാവിയല്ലേ, പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കാഞ്ഞാൽ എന്തേക്കും ഓളെ കഥ. നുസൈബ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ ചായയും കടി എടുത്ത് വെച്ചു. മോളെ നുസിയേ, വന്ന് ചായ കുടിച്ചോ, എത്ര നേരമായി? ആ ഉമ്മ ഇത് വരുന്നു. മുടിയിലെ വെള്ളേ അത് ഞാനങ്ങനെ തോർത്തായിരുന്നു. ആ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്തതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല, അല്ലെങ്കിൽ കുറേ മുടി ഉണ്ടായാലും ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. ആ അമ്മ പറയാണ്ടോ, ഉണ്ടാണ് നല്ലതൊക്കെ തന്നെയാണ് മോളെ, പക്ഷേ അതിങ്ങനെ കൊണ്ട് നടക്കണമല്ലോ, അതാണ് വലിയ പണി. ഈ കുളിച്ചപ്പോൾ തന്നെ മുടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. മോളെ ചായ ഇതാ ചൂടാറുമേ, കുടിച്ചോ. ഉമ്മ ഞാൻ കുടിച്ചോളെ. ഇന്നെന്താ ഇങ്ങനെ? ഒന്നുമില്ല മോളെ, എൻ്റെ കുട്ടിനോട് ഒരു കാര്യം എനിക്ക് ചോദിക്കാണ്ടായിരുന്നു, ഒരു കാര്യം പറയാനാണ്. ഉമ്മ എന്ത് കാര്യമാണ്? അതൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടിയുടെ ചായ കുടിക്ക്. എന്നും ഉമ്മയും ഇപ്പയും ഉണ്ടാവില്ലല്ലോ. എൻ്റെ കുട്ടിക്ക് ജീവിതത്തിക്ക് ഇണയായിട്ട് ഒരാൾ വേണമല്ലോ, അല്ല ഞാൻ പറ്റൂലല്ലോ. ഉമ്മ നിങ്ങൾ എന്ത് പറയണത്? പരീക്ഷ കഴിയാതെ ഒന്നും എന്നോട് അങ്ങനത്തെ കാര്യം ഉമ്മ പറയല്ലിട്ടോ. കാരണം അപ്പോൾ ചിന്തകളൊക്കെ മാറും, പിന്നെ ടെൻഷനൊക്കെ ആവും. ഇല്ല മോളെ, എന്നാൽ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഉമ്മ അല്ല, എനിക്ക് പഠിക്കണം, പഠിച്ച് എനിക്ക് എൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം. ആയിക്കോട്ടെ മോളെ, എല്ലാത്തിനും പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്നെ പൊന്നു പോലെ നോക്കും, നിന്നെ പഠിപ്പിക്കും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്താ നിങ്ങൾ പറയണത്? കല്യാണക്കാര്യത്തിൻ്റെ കാര്യം എന്തെങ്കിലും ആണോ? ആ മോളെ, ഒരു കല്യാണാലോചനയുമായി മജീദാക്ക വന്നീനോ. ഉമ്മ എനിക്ക് പേടിയാണ് മജീദാക്കാൻ്റെ കല്യാണാലോചന. അതന്നെ മോളെ, അത് നല്ല കുടുംബമൊക്കെ തന്നെ ആയിരുന്നല്ലോ ഫൈസലിൻ്റേത്, പക്ഷെ ഓൻ്റെ ഒരു മോശം. എന്നാലും നല്ലൊരു ഉമ്മാനൊക്കെ കിട്ടിയില്ലേ. ഉമ്മ ഇപ്പോൾ വേണ്ടമ്മ, പിന്നെ മതി. നുസൈബയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിന്ന് പോയി. മോളെ കരയണ്ട, മോൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നടത്തുള്ളൂ കേട്ടോ.
നുസൈബക്ക് പകുതി ആശ്വാസമായി. ഇൻഷാ അല്ലാ ഇനി എന്താവും എന്നുള്ളത് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.